വെറുതെ കുമ്പസാരക്കുട്ടിൽ വന്നിട്ടാണ് പല ആളുകളും പാപം ഓർമ്മിക്കാൻ തുടങ്ങുക. കുമ്പസാരക്കുട്ടിൽ വന്ന് മുട്ടുകുത്തിയിട്ടാണ് ഓർമ്മ. അതാണ് കള്ളക്കുമ്പസാരം, കാവട്യം നിറഞ്ഞ കുമ്പസാരം. അത് കുമ്പസാരമെന്ന് ഒരുങ്ങേണ്ട നേരത്തെ ഇന്ന് പോയിരുന്ന് ഒരുങ്ങുക, പ്രമാണങ്ങളൊക്കെ വായിക്കുക, ധ്യാനിക്കുക, ചെയ്തു നോക്കിക്കുക. അതാണ് പശ്ചാത്താപം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അത് എന്നിട്ട് എഴുതിക്കുക, നന്നായിട്ട് 3-4-5 പേപ്പറൊക്കെ എഴുതിക്കുക. എനിക്കറിയാം, കേരളത്തിലൊരു മകൾ വലിയൊരു വിശുദ്ധമായി മാറി. ഇന്ന് വലിയ സഭയ്ക്കും സമൂഹത്തിന് അനുഗ്രഹമായിട്ട് തരുന്നൊരു മകളുണ്ട്. ആ മകൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിന് 15 പേപ്പർ നിറച്ച് ആൾ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എഴുതി. ആൾ പറഞ്ഞ പരിശുദ്ധാത്മാവാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു തന്നു. ഞാനത് മുഴുവൻ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എന്നെ കൊണ്ട് പരിശുദ്ധമായി എഴുതിപ്പിച്ചു. എന്നിട്ട് ഞാൻ പോയി കുമ്പസാരക്കുട്ടി പോയി. എനിക്ക് പേടിയായിരുന്നു. കുമ്പസാരക്കുട്ടിലെ വൈദികൻ എന്നെ വഴക്ക് പറയും, എന്തിനിങ്ങനെയൊക്കെ കുമ്പസാരിക്ക് ചോദിക്കുന്നു, പേടിയാണ്. അപ്പോൾ ഞാനൊരു തീരുമാനം ഈശ്വരൻ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് കുമ്പസാരിപ്പിക്കുന്നത് എങ്കിൽ കുമ്പസാരം കഴിയുമ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ കരയണം. വൈദികനിൽ എൻ്റെ അനുതാപം കണ്ട് വൈദികനിൽ അഭിഷേകം ഇറങ്ങണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അതുപോലെ സംഭവിച്ചു. ഞാൻ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ കരയുന്നതാണ്. എൻ്റെ അനുതാപം കണ്ടിട്ട് എൻ്റെ കുമ്പസാരക്കാരനെ അച്ഛൻ പറഞ്ഞു, മോളെ, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടതിൻ്റെ അടയാളമാണത്. നിന്നെ ഒരു വിശുദ്ധിയാക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. നീ ഒരു വിശുദ്ധിയാകാൻ പദ്ധതി ഇട്ടിരിക്കുന്ന വൈദ്യന് കുമ്പസാരക്കുട്ടി വെച്ച് പറയാണ്. അത് സംഭവിക്കണം. അതാണ് ഇന്ന് സംഭവം. അപ്പോഴാണ് പൈശാചിക ബന്ധനങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് കുടുംബങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത്. കുമ്പസാരം നടക്കുന്നില്ല. കർമ്മമുണ്ട്, മുഴുവൻ അത് ആന്തരികമാകുന്നില്ല. ഇൻറ്റേണലല്ല, അത് എക്സ്റ്റേണലാണ്. ആരെയൊക്കെ ബോധ്യപ്പെടുന്നത് മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ചില വല്ലതും കുമ്പസാരിക്കുന്നത് എന്തോ ഷെയർ ചെയ്യും, വെറുതെ മനസ്സിനൊരു സുഖം കിട്ടും, മനസ്സുഖം കിട്ടും. കുമ്പസാരിച്ച് സുഖം അതല്ല, മനസ്സിൻ്റെ സുഖമല്ല വലുത്. ശരിക്കും കുമ്പസാരം കഴിയുമ്പോൾ മനസ്സിന് സുഖം ഉണ്ടാകില്ല, മനസ്സിന് ദുഃഖം ഉണ്ടാകും. അത് നിരാശയല്ല, അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ദുഃഖമുണ്ട്. കൂടുതൽ നന്മ ചെയ്യാനും പരിഹാര കർമ്മങ്ങൾ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീണ്ടും വിചാരവും. ഏറ്റവും ചെറിയ പാപത്തിന് പോലും വലിയ ഗൗരവത്ത് നുണ പറഞ്ഞു, അല്ലെങ്കിൽ അഹങ്കരിച്ചു, അല്ലെങ്കിൽ ഒരാൾ റെസ്പെക്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിച്ചു, ഒരാളെ ശപിച്ചു, അതിനോർത്തുള്ളൊരു പശ്ചാത്താപം ഉണ്ടാകും. ആ സംഭവമാണ് ഉണ്ടാകേണ്ടത്. കുമ്പസാരം കഴിയുമ്പോൾ നീ പുതിയൊരു വ്യക്തിയായി മാറണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. അത് സംഭവിക്കട്ടെ.